രാവിലെ തന്നെ ബംഗാളികൾ പണിക്കോണ പോലെ ബാഗും കീസിയും തൂക്കിയിട്ട് ഞങ്ങൾ സ്ഥലം വരെ പോവാണ്. യു എയിലാണെങ്കിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നല്ല ചൂടാണ്. അങ്ങനെ നമുക്ക് പോലെ ബസ് കയറി അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഷാർജയിലുള്ള സൗദി പള്ളിന്റെ അവിടെ നിന്നാണ് ഞങ്ങൾ പോണത്. ഇതാണ് മിസ്റ്റർ ഷമീർ ബാബു അല്ലൂർ. പ്രൊഫഷണൽ ആണെന്നാണ് സ്വയം പറയുന്നത്. എന്ത് പ്രശ്നത്തിനും മൂപ്പരത്ത് പരിഹാരം കിട്ടും. നമ്മൾ എവിടെയൊക്കെ പോണതെന്ന് പറഞ്ഞില്ല. നമ്മൾ പോണത് ഒമാനിലുള്ള മുസാണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോണത് ഈ ഒരു ബോട്ടിലാട്ടോ. ഇതാണ് മിസ്റ്റർ സുൽത്താൻ ഫ്രം ട്രിവാൻഡ്രം. സുൽത്താന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നിന്ന് ഒരു കുട്ടീനെ സെറ്റ് ആക്കിയിട്ട് കുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് സുൽത്താൻ ഈ ബോട്ടിൽ ഞങ്ങളെ കൂടെ ഈ യാത്രക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മളുടെ സ്പോട്ടിലെത്തി. ഇതാണ് നമ്മൾ വന്ന ബോട്ട് കേട്ടോ. ഞാനിപ്പോൾ കയാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കയാക്കിംഗ്, അതുപോലെ ബനാന റൈഡ്, സ്പീഡ് ബോട്ട്, എല്ലാവിധ അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ട് റൈഡ് കയറി കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ബീച്ച് ഉണ്ട്. അതിനുശേഷം നമ്മൾ ബനാന റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിക്ക് തിരിച്ചെത്തിയിട്ട് അങ്ങനെ നമ്മളെ ഫുൾ ടീം ബനാന റൈഡിന് വേണ്ടി സെറ്റായി. പക്ഷേ സുൽത്താനും അജ്വദും പേടി കാരണം ഈ ഒരു ബനാന റൈഡിൽ പങ്കെടുത്തില്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നീന്താൻ അറിയില്ലെങ്കിൽ പോലും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നാലേക്കും നമുക്ക് അന്നിങ്ങനെ ഒരു അവസരം കിട്ടി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടും നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മളെ മനസ്സിന് ഒരു വിഷമം തോന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനത് ഇങ്ങനെ പറയാൻ കാരണം. ഞാനാണെങ്കിൽ എവിടെ നിന്നൊക്കെ ചാടാൻ പറ്റുമോ, എത്ര ഐറ്റെന്ന് ചാടാൻ പറ്റുമോ അത്ര ഐറ്റെന്നൊക്കെ ചാടിയിട്ട് ഞാൻ ഈ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ നമ്മളെല്ലാവർക്കും ധൈര്യം കൊടുത്ത് ബാബൊക്കെ വള്ളത്തേക്ക് ചെറവറാന്നിട്ട് ചാടി കളിക്കുന്നു. ഞാനും മാമനും കൂടി പിന്നെ ഒന്നും കൂടി ഒരു റൈഡും കൂടി പോകാന്ന് വെച്ച് ബനാന റൈഡ് പോകാൻ വേണ്ടി വീണ്ടും അതിൽ കയറി. ഈ ഒരു ജേണിയിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത റൈഡായിരുന്നു ഈ ബനാന റൈഡ്. ഈ ഒരു റൈഡിൽ തന്നെ നമുക്കുള്ള ഭക്ഷണം, അതുപോലെ വാട്ടർ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ നിൽക്കുന്ന നമ്മളെ ബദറും അജ്വദും. ഇവരിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ബാലൻസ് ചെയ്യാണ് കേട്ടോ. അതായത് ബോട്ട് ആടുന്നത് നടുവിൽ നിന്നിട്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വൈബ് പിടിക്കാൻ വേണ്ടി ബോട്ടിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് കുറച്ച് വൈബ് ടീമുകളിൽ ഡാൻസ് കളിക്കുന്നത്. സുൽത്താനാണെങ്കിൽ ഒരു കുട്ടീനെ പോലും സെറ്റാവാത്ത വിഷമത്തിൽ കടന്ന് ഉറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ കരയ്ക്ക് എത്താനായിട്ടോ. നമ്മളെ ബസ് അവിടെ കാത്തിക്കുന്നുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നേരെ യു എയിലേക്ക് തിരിച്ചു.